അൻവറിനെ സഹകരിപ്പിക്കാൻ UDF നീക്കം. കോഴിക്കോട് ചേർന്ന UDF യോഗത്തിലാണ് ധാരണ. റിയാസ് കേമാറുണ്ട് വിവരങ്ങളുമായി. റിയാസ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി തീരുമാനങ്ങൾ ആ യോഗത്തിൽ ഉയർന്നിട്ടുണ്ടാവും. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനം അൻവറിനെ സഹകരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണല്ലേ? എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും കാളിദാസ്, നമ്മൾ രാവിലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. പ്രധാനമായും PV അൻവറിനെ UDF-മായി സഹകരിപ്പിക്കുന്നത് സംബന്ധിച്ച ഒരു ചർച്ചയായിരിക്കും ഇന്നത്തെ ഈ UDF യോഗത്തിൽ ഉണ്ടാവുക എന്നത് രാവിലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് ശരിവെക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ UDF യോഗത്തിൽ നിന്നുള്ള തീരുമാനങ്ങൾ പുറത്തു വരുന്നത്. UDF യോഗം ഇപ്പോഴും തുടരുകയാണ്. 2:30 കൂടിയാണ് UDF യോഗം അവസാനിക്കുക. അത് കഴിഞ്ഞ് UDF കൺവീനർ MM ഹസൻ മാധ്യമങ്ങളെ കാണും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് PV അൻവറിനെ UDF-മായി സഹകരിപ്പിക്കാൻ ഇന്ന് കോഴിക്കോട് DCC ഓഫീസിൽ ചേർന്ന UDF-ന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതിൽ ഏത് രീതിയിലാ സഹകരണം വേണം? PV അൻവറിനെ വ്യക്തിപരമായി സഹകരിപ്പിക്കണോ? അത് നേരെ മറിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ എന്ന രീതിയിൽ സഹകരിപ്പിക്കണമോ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കാനും ചർച്ച ചെയ്യാനും UDF-ന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശനെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും PV അൻവറുമായി ഇക്കാര്യം ചർച്ച ചെയ്യുക. അത് ചർച്ച ചെയ്തതിനു ശേഷം വ്യക്തി എന്ന രീതിയിൽ സഹകരിപ്പിക്കുകയാണെങ്കിൽ UDF-നൊപ്പം തന്നെ അൻവറിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും നയം. അതല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന രീതിയിലാണെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിലവിൽ RMPI എങ്ങനെയാണോ UDF-നെ പിന്തുണയ്ക്കുന്നത് അത് ഒരു ഘടകകക്ഷി എന്ന രീതിയിലല്ലാതെ തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുമായി സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന നയമായിരിക്കും UDF തീരുമാനിക്കുക. അതാണ് പ്രധാനമായും ഇന്നത്തെ UDF യോഗത്തിൽ ചർച്ചയായ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇന്നത്തെ UDF യോഗത്തിൽ UDF-ന്റെ ചെയർമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉണ്ടായിരുന്നു. UDF കൺവീനർ MM ഹസൻ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, KPA മജീദ്, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് നേതാക്കളായ ഫ്രാൻസിസ് ജോർജ്, മോൻസ് ജോസഫ് അടക്കമുള്ള നേതാക്കൾ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവരെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. കൂടാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കം വലിയ തോതിൽ യോഗത്തിൽ ചർച്ചയായി. കൂടാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ആ ഒരു ഘട്ടത്തിൽ ഏതൊക്കെ നയനിലപാടുകളായിരിക്കണം മുന്നണി തീരുമാനിക്കേണ്ടത് എന്ന സംബന്ധിച്ച ചർച്ചയും ഉണ്ടായി. അത് സംബന്ധിച്ച വിശദമായ ചർച്ച അടുത്ത UDF യോഗത്തിലായിരിക്കും ഉണ്ടാവുക. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ സജ്ജമാകാനുള്ള എല്ലാ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും താഴെത്തട്ടിലേക്ക് നൽകാനുള്ള ഒരു ധാരണയിലാണ് ഇന്നത്തെ UDF യോഗത്തിൽ UDF നേതൃത്വം എത്തിയിരിക്കുന്നത്. കാളിദാസ്. ശരി, റിയാസ് കേമാറാണ് വിവരങ്ങൾ നൽകിയത്.